മണിക്ക് ശേഷം ഫ്രീ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. സാധനങ്ങളും വാങ്ങിച്ച് വന്നതാണ്. അവിടുന്ന് ബസ്സിന് പൈസ കൊടുത്താണ് വന്നത്. ഇല്ല, നമുക്ക് സൗജന്യയാത്രയില്ല, സിറ്റി പാസ്സാണ്. KSRTC സൗജന്യമാണോ ബസ്? അല്ല, പൈസ കൊടുക്കണം. ഇന്ന് ഫ്രീ. ഞാൻ വന്ന ബസ്സിന് പൈസ കൊടുത്തന്നെ. പൈസ കൊടുത്തിട്ട് ഓ, സംഗതിയൊക്കെ ശരിയാണ്, സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊക്കെ തന്നെ. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ കാശ് കൊടുത്തിട്ടാണ് വന്നതെന്നാണ് ഈ അമ്മച്ചി പറയുന്നത്. എന്താ വസ്തുത? KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആരാ പറയുന്നത്? UDF. എപ്പോഴാണ് പറയുന്നത്? തെരഞ്ഞെടുപ്പിന് മുമ്പ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് VD സതീശൻ വീടുകൾ മൊത്തം കയറിയിട്ട് പറഞ്ഞത് KSRTCയിൽ സ്ത്രീകൾക്ക് പൂർണ്ണമായിട്ടും സൗജന്യ യാത്ര. നിങ്ങൾക്ക് ടൂറ് പോകണോ, നിങ്ങൾക്ക് തീർത്ഥാടന യാത്ര പോകണോ, എല്ലാം സൗജന്യമായിരിക്കും. ടൂറ് പോക്കും തീർത്ഥാടന യാത്ര പോകൊക്കെ സൂപ്പർ ഫാസ്റ്റിലൊക്കെ ദീർഘദൂര യാത്ര ആയിരിക്കുമല്ലോ. അല്ലാതെ നിങ്ങൾ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് ടൂർ പോകാൻ സാധ്യതയില്ല. അപ്പോൾ അതിനൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കഴിയും. UDFനെ ജയിപ്പിച്ചാൽ മതിയെന്ന് VD സതീശൻ വീടുകൾ കയറിയിട്ടും KC വേണുഗോപാൽ അടക്കമുള്ള പിഷാരയുടെ അടക്കമുള്ള ആളുകൾക്ക് ഈ KSRTC ബസ്സിൽ നേരിട്ട് കയറിയിട്ട് സ്ത്രീകളോട് നേരിട്ട് പറയുന്നത് അടക്കം നമ്മൾ കണ്ടു. അവസാനം അധികാരത്തിൽ വന്നപ്പോൾ കഴിഞ്ഞ മാസമാണ് അവർ അധികാരത്തിൽ വന്നാൽ ഇത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞത്. എന്നാൽ പിന്നീട് മുഖ്യമന്ത്രി അധികാരം ഏറ്റെടുത്ത ശേഷം ഒരു 4-5 ദിവസം മുമ്പ് വന്നിട്ട് പറഞ്ഞു തൽക്കാലം ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിട്ട് ഇത് ചുരുക്കിയിരിക്കുന്നു. ആശ്വാസം, അങ്ങനെയെങ്കിലും തീരുമാനമെടുത്തല്ലോ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അടുത്ത ഉടായ്പുമായിട്ട് വരുന്നത്. നിലവിലുള്ള ഓർഡിനറി ബസ്സുകളിൽ മൊത്തം കഴിഞ്ഞ ദിവസം സിറ്റി ഫാസ്റ്റ് സ്റ്റിക്കർ ഒട്ടിക്കുന്ന തിരക്കിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോയുടെ താഴെ വന്ന് എന്നെ തെറി വിളിക്കാനായിരുന്നു UDFകാർക്ക് മിടുക്കും. എന്നാൽ ഇപ്പോൾ അതിൻ്റെ വസ്തുത ഇന്ന് ജൂൺ 15-ാം തീയതി ഇന്നാണ് സൗജന്യ യാത്ര തുടങ്ങുന്നത്. ഇന്ന് രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ പുറത്തു വന്ന് ആ ആക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ TV പുറത്തുവിട്ട ഒരു വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ആ വാർത്ത ഇങ്ങനെ: യാത്രക്കാരെന്തോ പ്രതിഷേധിക്കുന്നുണ്ടെന്ന് അറിയുന്നു. TV പ്രസാദ്, എന്തിനാണ് യാത്രക്കാരുടെ പ്രതിഷേധം? അരുൺ, സൗജന്യ യാത്ര ഇന്ന് രാവിലെ തുടങ്ങി. ഇന്ന് രാവിലെ തുടങ്ങുമെന്ന പ്രഖ്യാപനമുണ്ടായി. 9 മണിക്ക് ശേഷം അത് പ്രതീക്ഷിച്ച് ഒരുപാട് സ്ത്രീകൾ നിരത്തിലേക്ക് ഇറങ്ങി. നമ്മളിപ്പോൾ കിഴക്കേക്കോട്ടയിൽ എത്തിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. നിരവധി ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഒരൊറ്റ സൗജന്യ ബസ് പോലും കണ്ടില്ല. ഞാൻ ഇവിടെ ഉള്ളവരോട് ചോദിച്ചപ്പോഴാണ് വിഷമം നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലായത്. എന്താ സംഭവിച്ചത്? രാവിലെ തൊട്ട് ഇവിടെ ഇന്ന് ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കണ്ടു ഫ്രീ. നെടുമങ്ങാട് മാത്രമേ ഉള്ളൂ ഫ്രീ ആയിട്ടുള്ള ബസ്. എത്രയോ ജനങ്ങൾ നമ്മളെല്ലാം ഓരോരുത്തന്ന് വരുന്നവരാ. അപ്പൊ നീലമുട്ടിന്ന് വരുന്നതാണ്, നരിയാമുട്ടിന്നാണ്. അവിടെ 1 മണിക്കൂർ ക്യൂ നിന്ന് കൊടപ്പനക്കുന്നിലേക്ക് എത്ര സമയം നിൽക്കും? നിന്നിട്ട് ശേഷം 3/4 മണിക്കൂറായി. അതും സഹിക്കാൻ വയ്യാ തന്നെ ഇവിടെ ചോദിച്ചത്. സിറ്റി ബസ് കൊടപ്പനക്കുന്ന്. അരുൺ, ഇത് കണ്ടോ? എല്ലാ ബസ്സുകൾക്കും സിറ്റി ഫാസ്റ്റ് സ്റ്റിക്കറാണ് പതിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള ഏകദേശം എല്ലാ ബസ്സുകളിലും സിറ്റി ഫാസ്റ്റ് എന്ന് പറയുന്ന സ്റ്റിക്കർ പതിച്ചു. ഇതാണ് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ. അത് വ്യാജമാണ്, ഇത് കള്ളമാണ് എന്നുള്ള രീതിയിലാണ് എന്നെ തെറി പറയാൻ നിന്നത്. അവർക്കായിട്ടാണ് ഇത് സമർപ്പിക്കുന്നത്. തുടരാം. ആ സ്ത്രീകളും സൗജന്യ യാത്ര പ്രതീക്ഷിച്ച് ഇവിടെ നിൽക്കുന്നു. ഇവിടെ സ്റ്റേഷൻ മാസ്റ്ററെ കണ്ട് വിവരങ്ങൾ ചോദിക്കുന്നു. അവർക്കും മറുപടി പറയാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. എത്ര മണിക്കാണ് വന്നത്? ഞാനാണെങ്കിൽ 3/4 മണിക്കൂർ നരിയാമൂടാണ്. പുൽപ്പടിയിൽ നിന്നതാണ്. കിട്ടാനില്ലാത്തോണ്ട് സാധാരണ പ്രതീക്ഷിച്ചിരുന്നു. ഇങ്ങനെ 9 മണിക്ക് ശേഷം 9 മണിക്ക് ശേഷം ഫ്രീ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. സാധനങ്ങളും വാങ്ങിച്ച് വന്നതാണ്. അവിടുന്ന് ബസ്സിന് പൈസ കൊടുത്താണ് വന്നത്. ഈ സ്റ്റോട്ടിലെ ബസ്സിന് വേണ്ടി നമ്മൾ 18 രൂപ ഞാൻ കൊടപ്പനക്കുന്നിൽ കൊടുത്ത അവസ്ഥയായി പോയി കേട്ടോ. സൗജന്യ യാത്ര ഉണ്ടോ? ഓടിണ്ടോ? എപ്പറുണ്ട്? എവിടെ? അപ്പുറം എവിടെ? ഏട്ടാ അപ്പുറം എവിടെയാ? കാണുന്നില്ല. എവിടെ? ഇത് സിറ്റി ഫാസ്റ്റ്. നിങ്ങൾ എന്താ പറയണേ? കൊടപ്പനക്കുന്ന് സിറ്റി ഫാസ്റ്റ്. നിങ്ങൾ എന്താ പറയണേ? അല്ല, അത് സിറ്റി ബസ്സാണ്. നമ്മൾ 10 മിനിറ്റ് എവിടെ ബസ്. ഇതിനിടയിൽ UDFനെ ന്യായീകരിക്കാൻ വേണ്ടി ചിലർ വരുന്നുണ്ട് കേട്ടോ. അതാ സാറ എന്താ പറയുന്നത് നോക്കുമ്പോൾ അതും സിറ്റി ഫാസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ ഇന്നലെ രാത്രിയോട് കൂടിയിട്ട് ഓർഡിനറി ബസ്സുകളിൽ 90% സിറ്റി ഫാസ്റ്റ് ആക്കി എന്നുള്ള വാർത്ത യഥാർത്ഥത്തിൽ വസ്തുതയാണെന്ന് തെളിയുന്നതാണ്. അരമണിക്കൂറും 3/4 മണിക്കൂറും ഒക്കെ ആയിട്ട് ബസ്സിന് കാത്തിരിക്കാം. ജോലിക്ക് പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ കാത്തുനിന്ന് കഴിഞ്ഞാൽ അവരുടെ ജോലിയുടെ അവസ്ഥ എന്തായിരിക്കും? കിട്ടുന്ന പ്രതീക്ഷിച്ചിരുന്നു. 9 മണിക്ക് ശേഷം കിട്ടുന്നില്ല. നമുക്ക് സൗജന്യ യാത്രയില്ല, സിറ്റി പാസ്സാണ്. നമ്മളെ ഈ ബസ് ഓർഡിനറി ഇല്ല. മുല്ലശ്ശേരി. ഏതാ റൂട്ട്? ഏതാ? മുല്ലശ്ശേരി ഓർഡിനറി ഓടുന്നത്. പൈസ കൊടുത്ത് മാത്രം. അങ്ങോട്ടാ റൂട്ട്? അങ്ങോട്ടാ? അത് നമുക്ക് ഇവരോട് ചോദിച്ചാൽ അറിയാം. KSRTCയിലെ ജീവനക്കാരോട് ചോദിച്ചാൽ KSRTC വന്നത്. പക്ഷെ നമുക്ക് എല്ലാവരും എല്ലാം ചെയ്യുമെന്ന് പറയാൻ പറ്റൂല. പാവങ്ങൾക്ക് കിട്ടണമെങ്കിൽ കിട്ടട്ടെ. ഇവിടെ ഉണ്ട് സാറേ. എന്താ ബസ് ഇല്ലാന്ന് പറയും? സൗജന്യ ബസ് നമ്മളെ ഈ സിറ്റിയിൽ കൂടുതൽ ഓടുന്നത് സിറ്റി ഫാസ്റ്റ് ആണ്. സിറ്റി ഫാസ്റ്റിന് ഇല്ലല്ലോ. ഇല്ല. നിങ്ങൾ മറുപടി പറയുന്നത് എങ്ങനെയാ ഇവരോട്? പറയും പ്രിയദർശിനി എഴുതിക്കുന്ന ബസ്സിൽ കയറാൻ പറയും. 10 മിനിറ്റിലധികമായി. ഒന്ന് കാണും. വരും. റൂട്ടിൽ നല്ല കുറവുണ്ട് അല്ലേ? അല്ല, സിറ്റി ഫാസ്റ്റ് ആണ്. നമുക്ക് സിറ്റി ഡിപ്പോകളിൽ സിറ്റി ഫാസ്റ്റ് വണ്ടികളാണ് കൂടുതലുള്ളത്.
ഇതൊരു ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇത് തുടങ്ങാതെ നമുക്ക് വേണമെങ്കിൽ അരുണെ, നമുക്ക് ഇവിടെ ഇപ്പൊ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡ് അറിയാലോ അരുണ്. ആ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡ് ഇങ്ങനെ നീളത്തിൽ കിടക്കുന്നതാണ്. ഇപ്പോ പഴയങ്ങാടി ക്ഷേത്രത്തിന്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് പോയാൽ ഏതാണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രം വരെ നീണ്ടു കിടക്കുന്നതാണ്. ഇത് ഓർഡിനറി ബസ്സാണല്ലോ. എനിക്ക് പലിശകരം ഇവിടത്തേക്ക് പലിശകരം അല്ല, ഒരു ബസ് സ്റ്റാൻഡ് അരുൺ. നമ്മൾ നിറങ്ങണ്ടാൽ വിചാരിക്കും ഇത് ഓർഡിനറി ആണെന്ന്. പക്ഷേ ഇത് ഓർഡിനറി അല്ല, ഭംഗിയായി സിറ്റി ഫാസ്റ്റ് എന്ന്. ഇത് സിറ്റി ഫാസ്റ്റ് ആണോ? ഇത് ഇന്നലെ വരെ ഇല്ലാതിരുന്നതാണ്. ഇത് സിറ്റി ഫാസ്റ്റ് ബസ്സാണ്. ഇത്തരം ബസ്സുകൾ അരുൺ, അതാണില്ല പ്രശ്നം. ഈ സിറ്റി ഫാസ്റ്റ് എന്ന് പറയുന്ന സ്റ്റിക്കർ നേരത്തെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ സംശയിച്ചതുപോലെ തന്നെ കൂടുതൽ ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടുണ്ടോ എന്ന സംശയത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഉറപ്പായും ഇത് സ്ത്രീകളോടുള്ള വെല്ലുവിളി തന്നെയാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പൊ ഏതാണ്ട് 15 മിനിറ്റ് ആയി കഴിഞ്ഞു. ഉദ്ഘാടനം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. ഒരൊറ്റ സൗജന്യ ബസ്. ഇത് സൗജന്യമാണ് ബസ്? പൈസ കൊടുക്കണം. ഇന്നും പൈസ കൊടുത്തിട്ടല്ലേ പോകുന്നത്? രാവിലെ ഇറങ്ങുമ്പോ വിചാരിച്ചോ ഇന്ന് ഫ്രീ ആയിട്ട് പോവാം? എന്തുകൊണ്ടാ അങ്ങനെയാണ്. അവർക്ക് തോന്നുമ്പോ ഒരു ബസ് വിട്ടാൽ ഞങ്ങൾ സൗകര്യത്തിൽ കിട്ടുമോ? അരുൺ, ഇതാണ് ഇതിലെ യഥാർത്ഥ പ്രശ്നം. ഇത് വലിയൊരു വിഷയമായി മാറും എന്ന കാര്യം ഉറപ്പാണ് അരുൺ. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് പിറകിലോട്ട് നോക്കാം. ഇത് ആദ്യ ബസ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് ആനന്ദപുരി. ഇത് കണ്ടാൽ ഇത് ഏതാണ്ട് ഒരു ഫ്രീ ബസിന്റെ ഒരു സൂചനയാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത്. തൊട്ട് പിറകിലതാ നെടുമങ്ങാട്ടേക്ക് പോകുന്ന ബസ്. നെടുമങ്ങാട്ടേക്ക്. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. ഇനി വരാൻ പോകുന്ന ഒരു തരികിട കൂടി പറയാം. ഇതൊരു പ്രതിഷേധമായി ഉയരുമ്പോൾ കൂടുതൽ ഓർഡിനറി ബസ്സുകൾ സർവീസ് നടത്തും എന്ന് സതീഷിനും ഈ ഗതാഗത വകുപ്പും പറയാനിടയുണ്ട്. എന്തായാലും സംഭവിക്കുക, ഈ ഓർഡിനറി ബസ്സുകളൊക്കെ പീക്ക് ടൈമിലല്ലാത്ത സമയങ്ങളിൽ ഓടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സമയങ്ങളിൽ ജോലിക്ക് പോകേണ്ട രാവിലെയും വൈകിട്ടാണല്ലോ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജോലിക്ക് പോവുകയും വരികയും ചെയ്യേണ്ട സമയത്താണല്ലോ. അതല്ലാത്ത സമയത്ത് ഓടിയിട്ട് ഈ കണക്ക് കാണിക്കും. ഇത്ര ബസ്സുകൾ ഇത്ര റൂട്ടുകളിൽ ഓടുന്നുണ്ടെന്നുള്ള കണക്ക് കാണിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഭൂലോക തരികിടയാണ് ഇവർ. ഇത് നമുക്ക് മനസ്സിലാകാൻ സമയമെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ വസ്തുത. ഈ സതീഷിനെ ഇപ്പോഴും ചുരുങ്ങിയ പക്ഷം കോൺഗ്രസ്സുകാരെങ്കിലും പഠിക്കേണ്ടിയിരുന്നു. ഇത് കണ്ടാലും നമ്മൾ വിചാരിച്ചത് ഇത് ഓർഡിനറി ബസ്സാണ്, ഓർഡിനറി ബസ്സാണ് എന്നാണ്. അങ്ങനെ സാധാരണഗതിയിൽ ഫാസ്റ്റ് ആണെങ്കിൽ അരുൺ ഇതാ നെടുമങ്ങാട് ബസ്സിന്റെ ഈ ബോർഡിന്റെ മൂലയ്ക്ക് സൂപ്പർ ഫാസ്റ്റ്, ഫാസ്റ്റ്, ടൗൺ ടു ടൗൺ അങ്ങനെയൊക്കെ എഴുതി വെക്കുന്നതാണ്. അതിന്റെ മുകളിൽ ഇതാ ഫ്രഷായി സ്റ്റിക്കർ പതിച്ചിരിക്കുന്നു സിറ്റി ഫാസ്റ്റ് എന്നുള്ളത്. പല സ്ത്രീകൾക്കും സൗജന്യ യാത്ര കിട്ടാത്തൊരു സാഹചര്യം ഉണ്ട്. എങ്ങോട്ടാ പോണ്ടേ? എനിക്ക് കൊലശേരം. എത്ര സമയം നിൽക്കുന്നു? ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. അവിടെ വഴക്ക് നടക്കുന്ന ഫ്രീ അല്ലേ? ഇന്ന് ഫ്രീ. ഞാൻ വന്ന ബസ്സിൽ പൈസ കൊടുത്തേ. പൈസ കൊടുത്തിട്ടുണ്ട്. പൈസ കൊടുത്തിട്ടാണ് ആ അമ്മച്ചിയും വന്നത്. ഇതാണ് വസ്തുത. യഥാർത്ഥത്തിൽ സൗജന്യ യാത്ര എന്ന് പറഞ്ഞ് ഈ സ്ത്രീ ജനങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു തരികിട മാത്രമായിരുന്നു. അവിടെ ഞാൻ പറഞ്ഞു വെച്ചൊരു കാര്യം കൂടിയുണ്ട്. ഇങ്ങനെ നിലവിൽ ഓടുന്ന ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൗജന്യം അനുവദിച്ചാൽ പോലും ഒരു മാസം സർക്കാരിന് KSRTCക്ക് അധികമായി കൊടുക്കേണ്ടത് 60 കോടി രൂപയാണെന്നാണ് ആര് പറഞ്ഞത്? VD സതീശൻ പറഞ്ഞത്. എങ്ങനെ? നിലവിലുള്ള ഓർഡിനറി ബസ്സുകൾ, ആ ഓർഡിനറി ബസ്സുകളിൽ ഏകദേശം 90% സിറ്റി ഫാസ്റ്റ് ആക്കിയിരിക്കുന്നു. ഈ റിപ്പോർട്ടർ അവിടെ വന്നതിന് ശേഷം ഒരൊറ്റ സൗജന്യ ബസ്, സൗജന്യ യാത്ര ചെയ്യുന്ന ഒരൊറ്റ ഓർഡിനറി ബസ്സും ആ ബസ് സ്റ്റാൻഡിൽ കാണുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ലൈവായിട്ടാണ് അവർ ഈ വീഡിയോ ചെയ്യുന്നത്. നോക്കൂ, ഇതാണ് VD സതീശൻ എന്ന് പറയുന്ന ഫ്രോഡിനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗം. ഇതാണ്, നേരിട്ടാണല്ലോ അവർ കാണിച്ചു തരുന്നത്. എന്താണ് സംഭവിക്കുന്നത്? ഓർഡിനറി ബസ്സിൽ സൗജന്യമാക്കിയാൽ പോലും മാക്സിമം ചെലവ് വരുന്നത് 60 കോടിയാണെങ്കിൽ, ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ പാവപ്പെട്ട BPL കുടുംബത്തിൽപ്പെട്ട 17 ലക്ഷം സ്ത്രീകൾക്ക് കഴിഞ്ഞ സർക്കാർ കൊടുത്തു തുടങ്ങിയ സ്ത്രീ സുരക്ഷ പെൻഷൻ അത് അവസാനിപ്പിച്ചു. 170 കോടി മിച്ചപ്പെടുത്തിയിട്ടാണ്. അതിൽ നിന്നാണ് ഈ ആശാ വർക്കർമാരെ, അതേപോലെ തന്നെ ആശാ വർക്കർമാർക്ക് 3000 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനാകെ വരുന്ന ചെലവ് 8 കോടിയിൽ താഴെയാണ്. ഒരു മാസം 8 കോടിയിൽ താഴെ കൊടുത്തു കഴിഞ്ഞാൽ ആശാ വർക്കർമാർ ഏകദേശം 26,000 ചില ആശാ വർക്കർമാരാണ്. അവർക്ക് 8 കോടിയിൽ താഴെ രൂപ കൊടുക്കാൻ അധിക ബാധ്യത ഉണ്ടാവുള്ള ഒരു മാസം. അതേപോലെ അങ്കണവാടി ടീച്ചർമാർക്ക് ഇതേപോലെ തന്നെ 3 ചില്ലാൻ കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ അങ്കണവാടി ടീച്ചർമാർക്ക് 1000 രൂപ വീതം കൊടുക്കാം. ഹെൽപ്പർമാർക്ക്, പാചക തൊഴിലാളികൾക്കൊക്കെ 500 രൂപ കൂട്ടിയാൽ ഇതെല്ലാം കൂടി ചേർത്താൽ പോലും 80 കോടിയിൽ താഴെ രൂപയാണ് അധികമായിട്ട് വരിക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 100 കോടി രൂപയോളം മിച്ചപ്പെടുത്താൻ ഈ പറയുന്ന ഈ പരിപാടികളൊക്കെ നടത്തി കഴിഞ്ഞാൽ മിച്ചപ്പെടുത്താൻ സർക്കാരിനാകും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗജന്യങ്ങൾ വാരിക്കോരി കൊടുക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുകയും, എന്നാൽ ഒരൊറ്റ പരിപാടി, അതായത് ഈ സ്ത്രീകൾക്ക് കൊടുത്തിരുന്ന, അതായത് BPL കുടുംബങ്ങൾക്ക് 35-നും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് സൗജന്യമായി കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിക്കുകയും വിതരണം തുടങ്ങുകയും ചെയ്ത
സ്ത്രീ സുരക്ഷാ പെൻഷൻ അവസാനിപ്പിച്ച് 170 കോടി രൂപ മിച്ചപ്പെടുത്തി. ശരിക്കും 170 കോടിയല്ല, അതിന്റെ തുടക്കത്തിലുള്ള അപേക്ഷകരിൽ നിന്നാണ് ഈ 170 കോടി കൊടുക്കേണ്ടി വന്നത്. സർക്കാർ പ്രതീക്ഷിച്ചിരുന്നത് ഏകദേശം 31 ലക്ഷത്തോളം BPL കുടുംബങ്ങളിലെ ഈ സ്ത്രീകൾക്ക് ഇതിന്റെ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി വരും എന്നാണ്. അതിന്റെ തുടക്കത്തിൽ പ്രാരംഭഘട്ടത്തിൽ തന്നെ 170 കോടി രൂപ കൊടുക്കേണ്ടി വന്നെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ അപേക്ഷകൾ വരുമായിരുന്നെങ്കിൽ അതെന്താകും? 31 ലക്ഷം ആളുകൾക്ക് എന്ന് വെച്ചാൽ ഒരു 310 കോടി രൂപയെങ്കിലും ചെലവ് സർക്കാരിന് അധികമായിട്ട് വരുമായിരുന്നു. ആ പദ്ധതിയാണ് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ട് ഈ പറയുന്ന നക്കാപ്പിച്ച ഈ കുനിഷ്ടുകൾ കാണിച്ച് കയ്യടി വാങ്ങുന്ന വി ഡി സതീശൻ സർക്കാരിന്റെ ഈ ഉടായ്പ് നമ്മുടെ മുമ്പിൽ ഓരോന്നോരോന്നായിട്ട് പൊളിഞ്ഞു വരുന്നു. ഒരു ഭാഗത്ത് ഇത് നടക്കുമ്പോൾ മറുഭാഗത്ത് സംഘപരിവാറിന് വേണ്ടിയിട്ട് വിടുവേല ചെയ്യുന്ന സർവ്വമേഖലയിലും സംഘപരിവാറുകാരെ തിരികെ കയറ്റുന്ന ഒരു ഏർപ്പാടുമായിട്ടാണ് വി ഡി സതീശൻ മുന്നോട്ട് പോകുന്നത്. കഷ്ടം എന്നല്ലാതെ മറ്റെന്താ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.